കോഴിക്കോട്ടാണ് കേരളത്തിലെ മുസ്ലിം നവോത്ഥാന സംരംഭത്തിന് ഏറ്റവും കൂടുതൽ വളർച്ചയുണ്ടാവാൻ പറ്റിയ സംഘടിത പ്രവർത്തനം ഉണ്ടാവുന്നത്. തെക്കൻ കേരളത്തിൽ മർഹൂം വക്കം മൗലവി സാഹിബിൻ്റെ നവോത്ഥാന സംരംഭങ്ങളാണ് മുസ്ലിങ്ങൾക്കിടയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് ശ്രീ നാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളും ഉണ്ടായത്. അയ്യങ്കാളിയുടെയും സഹോദരൻ അയ്യപ്പൻ്റെയും വക്കം മൗലവിയുടെയും കെ മൗലവിയുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ വളരെ കൂടുതൽ ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. അത് പ്രാദേശികമായ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകവേ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നവോത്ഥാന ചിന്തയുള്ള നമ്മുടെ പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും പരസ്പരം മനസ്സിലാക്കി ഒരുമിച്ച് ചേർന്നാണ് നമ്മുടെ പ്രസ്ഥാനത്തിന് രൂപം നൽകിയിട്ടുള്ളത്. എല്ലാ പ്രവാചകന്മാരും സമൂഹത്തിൽ നൽകിയിട്ടുള്ള ഉത്ബോധനങ്ങൾ, ഉപദേശങ്ങൾ, അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശം. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളതാണ് നമ്മുടെ ആദർശം. കേരള മുസ്ലിം ഐക്യ സംഘം സ്ഥാപിക്കുകയും 1920കളുടെ തുടക്കത്തിൽ അതിൻ്റെ പ്രവർത്തനം ശക്തമാക്കുകയും പിന്നീട് 1924 കേരള ജമിയത്തുൽ ഉലമ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന പേരിൽ നമ്മുടെ പണ്ഡിത സംഘടന ഉണ്ടാവുകയും ചെയ്തു. കേരള ജമിയത്തുൽ ഉലമ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നതാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിത സഭ. അതിൻ്റെ 100ാം വാർഷികമാണ്, അതിൻ്റെ പരിപാടികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഇൻഷാ അല്ലാഹ് നവംബർ മാസത്തിൽ 100ാം വാർഷിക സമാപനം കേരള ജമിയത്തുൽ ഉലമ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ 100ാം വാർഷിക സമ്മേളനം ഇവിടെ കോഴിക്കോട്ട് വെച്ച് നടക്കും. 1950 നമ്മുടെ പണ്ഡിതന്മാർ പല പ്രദേശത്തും നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങളെ ഒന്നുകൂടി ഏകോപിപ്പിച്ചുകൊണ്ട് KNM രൂപീകൃതമാവുന്നത്. KNM രൂപീകരിക്കുന്നതിൻ്റെ എത്രയോ മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ പല സ്ഥലങ്ങളിലും നടന്ന് വന്നിട്ടുണ്ട്. അരീക്കോട്ടും എടവണ്ണയിലും വളവന്നൂരിലും പത്തപ്പിരിയത്തും ബാലുശ്ശേരിയിലും നന്മണ്ടയിലും നമ്മുടെ ഈ കോഴിക്കോട്ടുമൊക്കെ അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങൾ നടന്ന് വരുന്നുണ്ടായിരുന്നു. അൽമനാർ എന്ന പത്രം നവോത്ഥാനത്തിൻ്റെ ശബ്ദം ജനങ്ങളിൽ എത്തിക്കുവാൻ ആരംഭിച്ചത് ഈ പട്ടണത്തിലാണ്. അത് KNM രൂപീകരിക്കുന്നതിൻ്റെ മുമ്പാണ്. അൽമനാർ പത്രത്തിൻ്റെ ഓഫീസിലാണ് KNM രൂപീകരിക്കുവാൻ അന്ന് 10-12 ആളുകൾ ഒരുമിച്ച് കൂടിയത്. മർഹൂം കുഞ്ഞോയി വൈദ്യരുടെ വൈദ്യശാലയിലും അതിൻ്റെ മുകളിലുമായിരുന്നു അന്ന് നദുവത്ത് ഓഫീസ്, ഈ ഫ്രാൻസിസ് റോഡിൽ. കോഴിക്കോടിന് നവോത്ഥാനത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ ഈ ചരിത്രമൊക്കെ ഓർക്കേണ്ടി വരും. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് തൗഹീദ് എത്തിക്കുവാൻ സാധിച്ചത് നമ്മുടെ ഈ പ്രദേശത്തെ പള്ളികൾ മുഖേനയാണ്. കടപ്പുറത്തും വലിയങ്ങാടിയിലും അതുപോലെ തന്നെ ഈ കുറ്റിച്ചിറയിലും ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള നമ്മുടെ പള്ളികൾ, അതിൽ നേതൃത്വം നൽകിയിട്ടുള്ള നമ്മുടെ പണ്ഡിതന്മാർ, ഈ അടുത്ത് നമ്മിൽ നിന്ന് വിട്ടുപോയ മർഹൂം മുഹമ്മദ് മദനി സാഹിബ് അവർകൾ, കടപ്പുറം പള്ളിയിൽ ദീർഘകാലം ഖുതുബ നടത്തിയിരുന്ന മർഹൂം KK മുഹമ്മദ് സുല്ലമി അവറുകൾ, അബ്ദുസലാം സുല്ലമി അവറുകൾ, കുണ്ടുങ്ങൽ പള്ളിയിലെ ഈ പള്ളികളൊക്കെ വലിയ ദൗത്യമാണ് നിർവഹിച്ചത്. കോഴിക്കോട്ട് തലയുയർത്തി നിൽക്കുന്ന പട്ടാളപ്പള്ളി, അതുപോലെ തന്നെ പാളയം മൊഹീദ്ദീൻ പള്ളി, ലിവാഉൽ ഇസ്ലാം പള്ളി, ഏതാണ്ട് 40ഓളം പള്ളികൾ ഇന്ന് വളരെ സജീവമായി ഈ തൗഹീദിൻ്റെ ശബ്ദം, ഖുർആനും സുന്നത്തും എന്ന ആദർശം ജനങ്ങളിലേക്ക് പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പണ്ഡിതന്മാർ ഇവിടെ തന്നെ ജീവിച്ചിട്ടുണ്ട്.
മർഹൂം NV അബ്ദുസ്സലാം മൗലവി ഖുർആൻ ക്ലാസ് നിരന്തരമായി നടത്തിയത് ഇവിടെ ഇടിയങ്ങരയിലാണ്. മിഷ്കാത്തിൽ വെച്ചായിരുന്നു അതിൻ്റെ പ്രവർത്തനങ്ങൾ. മൗലവി നടത്തിയിരുന്ന മിഷ്കാത്തുൽ ഹുദ എന്ന പത്രം അതും കോഴിക്കോട്ട് വെച്ചായിരുന്നു മാസിക അതും ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ അറിയപ്പെടുന്ന എല്ലാ പണ്ഡിതന്മാരും KM മൗലവി സാഹിബും അതുപോലെ ഉമർ മൗലവി സാഹിബും ഒരുപാട് പണ്ഡിതന്മാർ KP മുഹമ്മദ് മൗലവി അവർക്ക് എല്ലാവരും ഈ കോഴിക്കോട്ട് അതിഥികളായി വന്ന് താമസിച്ച് ദീനീ പ്രവർത്തനം നടത്തിയവരാണ്. നവോത്ഥാനം, പ്രവാചകചര്യ, അതാണ് നമ്മുടെ ഈ സമ്മേളനങ്ങളിൽ നമ്മൾ ആളുകളോട് പറയുന്നത്. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ വെറും ഒരു പരിഷ്കരണമല്ല. മതത്തിൻ്റെ അടിസ്ഥാനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് ആധുനികതയുടെ കൂടെ പോവലല്ല നവോത്ഥാനം. നവോത്ഥാനം എന്ന് പറയുന്നത് അന്ധവിശ്വാസങ്ങളെ കൈയൊഴിച്ച് യഥാർത്ഥ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ്. അതാണ് നവോത്ഥാന നായകന്മാർ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇത് ആവർത്തിച്ചു പറയണം. KNMൻ്റെ സമ്മേളനങ്ങളുടെയും ക്യാമ്പയിനുകളുടെയും മുദ്രാവാക്യങ്ങൾ നോക്കിയാൽ അറിയാം, അതിന് അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖുണ്ട്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു ബറക്കത്തുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പറയേണ്ടതാണത് എന്ന നിലക്ക് ആ നിലക്കായിരിക്കും നമ്മുടെ ക്യാപ്ഷൻ ഒരു തൗഫീഖ് കൊണ്ട് രൂപപ്പെട്ടു വരുന്നത്. ഇന്ന് നോക്കൂ, ഇസ്ലാമിനെതിരിൽ ഒരുപാട് വിമർശനങ്ങളുണ്ട്. ഈ ഇസ്ലാമിനെതിരിലുള്ള വിമർശനം പണ്ടുമുണ്ട്. പക്ഷേ ഇന്ന് അതിന് കൂടുതൽ സംഘടിതമായ രൂപം വന്നു. സാമൂഹിക മാധ്യമങ്ങൾ, വാർത്താമാധ്യമങ്ങൾ കൂടുതൽ ശക്തമായതുകൊണ്ട് തന്നെ ഈ വിമർശനങ്ങൾ കൂടുതൽ പ്രചരിക്കാൻ തുടങ്ങി. അങ്ങനെ യുക്തിവാദികളും മതനിഷേധികളും ദൈവനിഷേധികളും ഒക്കെയായ ആളുകൾ ഒരുമിച്ച് കൂടുകയാണ്. അതിൽ ഫാസിസ്റ്റുകൾ വരെ ഒന്നിച്ചു കൂടുന്നു. യുക്തിവാദികൾ ഒരുമിച്ച് കൂടും, എല്ലാ ഇസ്ലാം വിമർശകരും ഒന്നിച്ചു കൂടുന്നു. എന്നിട്ട് അവർ ഇസ്ലാമിനെ, ഖുർആനിനെ, ഇസ്ലാമിൻ്റെ പ്രവാചകനെ, സഹാബിമാരെ ഒക്കെ പരിഹസിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അതിന് നേരിടുന്നത് ബുദ്ധിതലത്തിൽ, ധൈഷണികമായ മേഖലയിൽ നേരിടുന്നതിൽ മുമ്പിൽ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാരും ചിന്തകന്മാരുമുണ്ട്. എന്തുകൊണ്ടാണ് ഈ വിമർശനങ്ങളെ നേരിടാൻ ശക്തിയും ധൈര്യവുമുള്ള ഒരു പണ്ഡിത സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ സാധിച്ചത്? അത് നമ്മുടെ നിലപാടിൻ്റെ പ്രത്യേകതയാണ്. നമ്മുടെ നിലപാട് മതത്തിൻ്റെ അടിസ്ഥാനമാണ്. നമ്മുടെ നിലപാട് അന്ധവിശ്വാസങ്ങൾക്കെതിരാണ്. ഇപ്പോൾ നോക്കൂ, പുതിയ വിമർശനം ഈ ഒരാഴ്ചക്ക് ഇങ്ങോട്ട് നോക്കിയാൽ കാണാം. വളരെ ലജ്ജയോടുകൂടി മാത്രം നമ്മൾ കേൾക്കുന്ന വാർത്തകൾ. പ്രസവവേദന കിട്ടിയ ഒരു സ്ത്രീ, അവളുടെ ഭർത്താവിൻ്റെ സമീപനം കാരണം 5ാമത്തെ പ്രസവ സമയത്ത് പ്രസവിക്കുന്നതിന് മുമ്പ് ആശുപത്രിയിൽ പോവാതെ മരിച്ചുപോയി. മരണം ആശുപത്രിയിൽ പോയാലും സംഭവിക്കുന്നുണ്ട്, ചികിത്സിച്ചാലും ചികിത്സിച്ചില്ലെങ്കിലും അത് അള്ളാഹുവിൻ്റെ ഖദറനുസരിച്ച് നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒന്നുണ്ട്, നമ്മുടെ സമീപനം എന്താവണം എന്നതാണ്. നാം രോഗത്തിന് ചികിത്സിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നാൽ മതി എന്ന ഒരു വാദം നമുക്കില്ല. ചില മതങ്ങളിൽ ചില പ്രത്യേക വിഭാഗങ്ങളുണ്ട്, ചികിത്സിക്കാത്ത, മരുന്ന് കഴിക്കാത്ത, ആശുപത്രിയിൽ പോകാത്ത വിഭാഗങ്ങൾ. നമ്മൾ അതിൽപ്പെട്ടവരല്ല. രോഗത്തിന് ചികിത്സിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. യാ അയ്യുഹന്നാസ് തദാവൂ, ജനങ്ങളെ നിങ്ങൾ ചികിത്സിക്കുവീൻ എന്ന്. ഏത് ചികിത്സ എന്നത് നമുക്ക് തീരുമാനിക്കാം. ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ ഓരോ രോഗത്തിനും ഏത് എന്ന് നമുക്ക് ആലോചിച്ച് കണ്ടുപിടിക്കാം. വൈദ്യശാസ്ത്രത്തിൽ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്, അതുമാകാം. പക്ഷേ ചികിത്സിക്കാതിരിക്കുക എന്നത് അത് ഗുരുതരമായ അനുഭവങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചികിത്സിച്ചിരുന്നു, സഹാബിമാർ ചികിത്സിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ആ മരണത്തിന് മുമ്പുള്ള രോഗം റസൂലിനെ ചികിത്സിക്കാൻ അറേബ്യയുടെ പല ഭാഗത്തു നിന്നും അന്ന് അറിയപ്പെടുന്ന ഭിഷഗ്വരന്മാർ മദീനയിലേക്ക് വന്നിരുന്നു. ആ വന്ന വൈദ്യന്മാർ എഴുതിക്കൊടുത്ത കുറിപ്പടികൾ നോക്കി ആയിഷ റളിയല്ലാഹു അൻഹ, നബിയുടെ പത്നി,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മരുന്നുണ്ടാക്കി കൊടുത്തിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ചികിത്സിക്കുക എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഖുർആൻ ചിന്തിക്കുവാനും പഠിക്കുവാനും ആഹ്വാനം ചെയ്യുന്നു. ആ ആഹ്വാനം കേട്ടുകൊണ്ടാണ് ലോകത്ത് വലിയ വലിയ പണ്ഡിതന്മാർ, ഭൗതിക ശാസ്ത്രജ്ഞന്മാർ, ഭിഷഗ്വരന്മാർ, ലോകസഞ്ചാരികൾ ഒക്കെ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായി തീർന്നിട്ടുള്ളത്. ഇബ്നു സീനയാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ അടിത്തറ പാകിയത് എന്ന് എല്ലാ മോഡേൺ ഫിസിഷ്യന്മാരും പറയുന്നു. ഇബ്നു സീനയുടെ അവിസന്ന എന്നറിയപ്പെടുന്ന ഇബ്നു സീനയുടെ അൽ കിതാബ് ഫി തിബ് അൽ ഖാനൂൻ ഫി തിബ് എന്ന കിതാബ്, കനോൻ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം, അതാണത്രേ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരുപാട് വിവരങ്ങൾ നൽകുന്ന പുസ്തകം. അതുപോലെ വെളിച്ചത്തിൻ്റെ സഞ്ചാരത്തെക്കുറിച്ച് ഗവേഷണം നടത്തി പുതിയ അറിവുകൾ നൽകിയത്, കണ്ണിൻ്റെ കാഴ്ചശക്തിയെക്കുറിച്ച്, എങ്ങനെയാണ് നമ്മളൊരു വസ്തുവിനെ കാണുന്നതിനെക്കുറിച്ചൊക്കെ വലിയ പഠനങ്ങൾ നടത്തിയിട്ടുള്ള അബൂബക്കർ റാസി, അദ്ദേഹം ഗവേഷണം നടത്തിയതും ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ഉത്ബുദ്ധത കൊണ്ടാണ്. ഇബ്നു നഫീസ് എന്ന മറ്റൊരു പണ്ഡിതൻ, അദ്ദേഹം ജനങ്ങളിലേക്ക് നൽകിയ വൈദ്യശാസ്ത്ര വിജ്ഞാനങ്ങളും ഈ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കും, ഈ രംഗത്ത് മുസ്ലിങ്ങൾക്കിടയിൽ പുരുഷന്മാർ മാത്രമല്ല ഉണ്ടായിരുന്നത്, ഇപ്പോഴുമുള്ളത് ഒരുപാട് ഡോക്ടർമാർ, ഗവേഷകന്മാർ, നഴ്സുമാർ, പുരുഷന്മാരും അതുപോലെ സ്ത്രീകളുമുണ്ട്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന ഒരു നഴ്സിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ ആതുര ശുശ്രൂഷ രംഗത്ത് ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് രാപ്പകൽ അധ്വാനിച്ച നൈറ്റിംഗേലിൻ്റെ റാണി എന്ന് പറയുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേൽ. അവർ മരണപ്പെട്ടത് 1910 എന്ന് പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ. അവരാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ആതുര ശുശ്രൂഷയുടെ മാതൃക എന്ന് പറയുന്നു. എന്നാൽ ചരിത്രം നോക്കിയാൽ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയ ശേഷം ഇസ്ലാമിലേക്ക് കടന്നു വന്ന റുഫൈദ അൽ അസ്ലമിയ, റുഫൈദ ബിൻത് സഅദ് അൽ അസ്ലമിയ അൽ അൻസാരിയ എന്ന ഒരു മഹദി, ഒരു വനിത, ഒരു സഹാബ വനിത, അവർ നഴ്സിംഗ് രംഗത്ത് പ്രസിദ്ധയായിരുന്നു എന്നാണ്. മദീന പള്ളിയോട് ചേർന്ന് അവർക്കൊരു ക്ലിനിക് ഉണ്ടായിരുന്നു എന്നാണ്. രോഗം പിടിച്ച ആളുകളെ, മുറിവ് പറ്റിയ ആളുകളെ ചികിത്സിക്കാൻ, മുറിവ് വെച്ച് കെട്ടാനൊക്കെ വൈദഗ്ധ്യമുള്ള ഒരു മഹദിയായിരുന്നു റുഫൈദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ പലപ്പോഴും അവരുടെ വിവരങ്ങൾ അന്വേഷിച്ചിരുന്നു എന്നാണ്. ഇതെന്നാണ്? ഫ്ലോറൻസ് നൈറ്റിംഗേൽ ജനിക്കുന്നതിൻ്റെ 1300 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. ഇന്ന് ഈ കാലത്ത് ഒരുപാട് രാജ്യങ്ങൾ അവിടുത്തെ മെഡിക്കൽ സെൻ്ററുകൾ റുഫൈദയുടെ പേരിൽ ആതുര ശുശ്രൂഷയ്ക്ക് അവാർഡ് പോലും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നത് നമ്മൾ കാണണം. ഇങ്ങനെ ചികിത്സയ്ക്ക് വേണ്ടി, വൈദ്യശാസ്ത്രത്തിന് വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്ത മുൻകാല മുസ്ലിം സമൂഹം, ആ സമൂഹത്തിൽ ചിലരാണ് എഴുന്നേറ്റ് എന്ന് പറയുന്നത്, നമ്മളെന്തിനാ ആശുപത്രിയിൽ പോകുന്നത് പ്രസവിക്കാൻ? ആന പ്രസവിക്കുന്നത് ആശുപത്രിയിലാണോ എന്ന്. മണ്ടത്തരം എന്നല്ലാതെ എന്തു പറയാൻ? വയറ്റിലുള്ള കുഞ്ഞ് 4 കൊല്ലമൊക്കെ വയറ്റിൽ കിടക്കും എന്ന് പറയുന്നു. അള്ളാഹും റസൂലും പറഞ്ഞതാണെങ്കിൽ ഓക്കെ, ഏതോ ആളുകൾ എഴുതി വെച്ചിട്ടുണ്ട്, ശരി. ആ എഴുതിയത് അറബിയിലാണ്, അതും ശരി. പക്ഷേ അത് അള്ളാഹ് പറഞ്ഞതല്ല, റസൂൽ പറഞ്ഞതല്ല, ഇസ്ലാമിൽ പ്രമാണവുമല്ല. കിഡ്നി കേടുവന്ന് ഡയാലിസിസ് വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞ ഒരു രോഗിയോട് ഒരു വലിയ പണ്ഡിതൻ പറഞ്ഞത്, ഡയാലിസിസ് വേണ്ട, 1 വേണ്ട, 2 വേണ്ട, 3 വേണ്ട എന്നാണ്. അദ്ദേഹം രോഗം വന്നാൽ ഏറ്റവും നല്ല ആശുപത്രിയിലാണ് പോകുന്നത്, അത് വേറെ ഒരു സംഗതിയാണ്. അതുപോലെ എന്തെല്ലാമാണ് വരുന്നത്. സിദ്ധന്മാരും ദിവ്യന്മാരും ഔലിയാക്കൾ എന്ന് പറയുന്നവരും മന്ത്രവാദികളും ആൾ ദൈവങ്ങളും മാരണം നടത്തുന്നവരും കൂടോത്രക്കാരും ഇവരൊക്കെയാണ് ചികിത്സിക്കേണ്ടവർ എന്ന് ആളുകളെ പഠിപ്പിച്ചു. എന്നിട്ട് നമ്മുടെ സമയം, നമ്മുടെ പണം,
നമ്മുടെ അധ്വാനം അവസാനം നമ്മുടെ ജീവനും നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നു. KNM ഒരു നവോത്ഥാന സംരംഭം എന്ന നിലക്ക് മനുഷ്യർക്ക് ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമെന്ന നിലക്ക് നാം ഇപ്പോൾ ആവർത്തിച്ചു പറയേണ്ടിയിരിക്കുന്നു, ഈ അന്ധവിശ്വാസികൾ പറയുന്നത് ഇസ്ലാം അല്ല. അവർ മനുഷ്യൻ്റെ അജ്ഞതയെ ചൂഷണം ചെയ്യുകയാണ്. ആളുകളുടെ പണം കയ്യിലാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് എന്ന്. ഇത് പറയുമ്പോൾ ഇന്ന് ചികിത്സാ രംഗത്തുള്ള ഒരുപാട് ചൂഷണങ്ങളെക്കുറിച്ച് നാം കേൾക്കാറുണ്ട്. മരുന്ന് കമ്പനികൾ, വലിയ വലിയ ആശുപത്രികൾ, അതുപോലെ ചില ഡോക്ടർമാർ, ഇവരെയൊക്കെ അടുത്തു പോയി കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ആ രംഗത്തും ചൂഷണങ്ങളുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, നവോത്ഥാന സംരംഭമായ മുജാഹിദ് പ്രസ്ഥാനം മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ച് ആളുകളെ ചൂഷണം ചെയ്യുമ്പോൾ അത് പാടില്ല എന്ന് പറയാൻ, അത് മതമല്ല എന്ന് പറയാൻ, അത് പറയുന്ന ആളുകൾ മതപണ്ഡിതന്മാരല്ല എന്ന് പറയാൻ നമ്മുടെ പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ എന്നതാണ്. നവോത്ഥാനം ഉണ്ടായതിൻ്റെ ഫലമായി രക്ഷപ്പെട്ട ആളുകളാണ് നമ്മളൊക്കെ. നമുക്കൊക്കെ അസുഖങ്ങൾ വരാറില്ലേ? ഉണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ മരണം സംഭവിക്കാറില്ലേ? ഉണ്ട്. നമുക്കൊക്കെ ബിസിനസ്സിൽ നഷ്ടങ്ങൾ ഉണ്ടാവാറില്ലേ? ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മളാരും തന്നെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരം കേന്ദ്രങ്ങളിൽ പോവാറില്ലല്ലോ. രോഗം വന്നാൽ ചികിത്സിക്കും, അള്ളാഹുവിനോട് ദുആ ചെയ്യും. ഏത് കാര്യങ്ങളും ചെയ്യുമ്പോൾ, നമ്മൾ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച പോലെ ബിസ്മി ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കും. ഇന്ന് നോക്കൂ, നമ്മൾ രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാ. നമ്മുടെ സഹോദരിമാരും സമൂഹത്തിൽ എന്നും ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക്, ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നതിൽ മുസ്ലിങ്ങളിൽ അത് കൂടുതലും സ്ത്രീകളാണ്. കാരണം അവർക്ക് അറിവില്ലായിരുന്നു, അവർക്ക് വിജ്ഞാനമില്ലായിരുന്നു, അവർക്ക് ഖുർആൻ അറിയില്ലായിരുന്നു. ഇന്ന് അവരെയും ചൂഷണം ചെയ്യാൻ കഴിയാത്ത വിധം അവർ വിവരമുള്ളവരായി, ഖുർആൻ പഠിച്ചവരായി, പഠിപ്പിക്കുന്നവരായി. ഞാൻ നമ്മുടെ പല പരിപാടികളിലും ഈ സംസ്ഥാനത്തിന് അകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും ഖുർആൻ മുസാബക്ക, ഖുർആൻ പഠനം, ഖുർആൻ മത്സരം, അതിൽ പങ്കെടുത്ത ആളുകൾക്ക് അവാർഡുകൾ നൽകിയിട്ടുണ്ട്. വെളിച്ചം, QHLS, ISMൻ്റെയും MSMൻ്റെയും ഒക്കെ ഖുർആൻ പഠന പദ്ധതിയിലൊക്കെ സന്തോഷം നൽകുന്ന ഒരു കാര്യം, ചില സ്ഥലത്തൊക്കെ 1, 2, 3 അവാർഡുകൾ സഹോദരിമാർക്കാണ് കിട്ടുന്നത്. ഞാൻ കോഴിക്കോട് തന്നെ അതുപോലുള്ളൊരു പരിപാടിയിൽ പങ്കെടുക്കുകയെ ഞാൻ ചോദിച്ചു, ഇവിടെ ആണുങ്ങളാരും ഖുർആൻ പഠിക്കുന്നില്ലേ? കാരണം എല്ലാ അവാർഡും സ്ത്രീകൾക്കാണ്. അതിൽ നമുക്ക് സങ്കടമൊന്നുമില്ല. എന്താണെന്നറിയോ? ഒരു മാറ്റമാണത്, ഒരു വിപ്ലവമാണത്. സഹോദരിമാർക്കുണ്ടായ ആ ഒരു മാറ്റം അടുത്ത തലമുറയിൽ നിലനിൽക്കും. കാരണം അവരാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നത്, കുഞ്ഞുങ്ങൾക്ക് സംസ്കാരം നൽകുന്നത്. പണ്ടൊക്കെ നമ്മൾ ആളുകളുടെ ജോലി എഴുതുമ്പോൾ സ്ത്രീകൾ ഹൗസ് വൈഫ് എന്ന് എഴുതാറുണ്ട്. എന്നാൽ ഇപ്പോൾ മുസ്ലിം സമൂഹത്തിലൊക്കെ പ്രത്യേകിച്ചും പറയുന്നത് ഹോം മേക്കർ എന്നാണ് എഴുതാൻ നല്ലത് എന്നാണ്. ഹോം മേക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന, നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന, സേവനം ചെയ്യുന്ന ആളുകൾ എന്നതാണ്. അപ്പോൾ നവോത്ഥാനം അഭംഗുരം തുടരണം. അങ്ങനെയായാൽ പിന്നെ നമ്മെ ചൂഷണം ചെയ്യാൻ ആർക്കും കഴിയില്ല. ലളിതമാണ് ഈ ഇസ്ലാം, പ്രായോഗികമാണ് ഈ ഇസ്ലാം, വളരെ ബുദ്ധിപരമാണ് ഇസ്ലാം. നമുക്ക് അനുഷ്ഠിക്കാൻ കഴിയുന്ന നിയമങ്ങളെ ഇസ്ലാമിലുള്ളൂ. അത് അശാസ്ത്രീയവും അതുപോലെ പഴഞ്ചനും മനുഷ്യന് ചെയ്യാൻ കഴിയാത്തതുമായി അവതരിപ്പിച്ചാൽ മതത്തെ മുഴുവനും ഈ സമൂഹം നിരാകരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നവോത്ഥാനം പ്രവാചക ചര്യയിൽ ഒതുങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് നാം പറയുന്നു. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഇപ്പോൾ വലിയ ഒരു സങ്കടത്തിലും വിഷമത്തിലും വേദനയിലുമാണ്. നമ്മുടെ മതസ്ഥാപനങ്ങൾ, നമ്മുടെ സ്വത്തുക്കൾ, നമ്മുടെ ധർമ്മ സ്ഥാപനങ്ങൾ, മതസ്ഥാപനങ്ങൾ ഒക്കെ നഷ്ടപ്പെടുവാനും കയ്യേറ്റത്തിന് വിധേയമാകുവാനും പറ്റിയ വിധത്തിലുള്ള വഖഫ് നിയമം രാജ്യം പാസാക്കിയിരിക്കുകയാണ്. അത് ഒരു വലിയ അപകടമാണ്. അതുകൊണ്ടുണ്ടാകാൻ പോകുന്നത്
പെട്ടെന്നായി പല സംസ്ഥാനങ്ങളിലും അതിൻ്റെ ഫലമായി മദ്രസകളും പള്ളികളും ഒക്കെ ഇടിച്ചു നിർത്താൻ തുടങ്ങി. അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇത് മനസ്സിലാക്കിയ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ വിഭാഗത്തിലും പെട്ട, എല്ലാ മതത്തിലും പെട്ട, എല്ലാ പാർട്ടികളിലും പെട്ട ആളുകൾ ഒന്നിച്ചു നിന്നു എന്നത് ആശ്വാസകരമാണ്. കുറച്ച് ദിവസത്തേക്കാണെങ്കിലും സുപ്രീം കോടതി അതിൽ നേർക്ക് നേരെ ഇടപെടുന്നു എന്നതും സമാധാനത്തിന് വക നൽകുന്ന കാര്യമാണ്. വഖഫ് നിയമം എന്ന് പറയുന്നത് ഒരു പുതിയ സംഗതിയല്ല. മുസ്ലിങ്ങൾക്കിടയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽക്ക് വഖഫ് സമ്പ്രദായമുണ്ട്. അതിനു മുമ്പും മതസമൂഹങ്ങളിൽ ദൈവത്തിന് അർപ്പിക്കുന്ന സ്വത്ത് എന്ന നിലക്കുള്ള വഖഫ് സമ്പ്രദായമുണ്ട്. പല പേരിലും അറിയപ്പെടും. അവിടെ നിന്ന് ഇങ്ങോട്ട് മുസ്ലിങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെ അവരധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് അള്ളാഹുവിലേക്ക് വിട്ടുകൊടുക്കുക എന്ന അർത്ഥത്തിലുള്ള വഖഫ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇസ്ലാം എത്തിയ കാലം മുതൽക്ക് മുസ്ലിമീങ്ങൾ വഖഫ് ചെയ്യുന്നുണ്ട്. പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, ഖബർസ്ഥാനിന് വേണ്ടി, യതീഖാനകൾക്ക് വേണ്ടി, ആശുപത്രികൾക്ക് വേണ്ടി, മനുഷ്യർക്ക് ഉപകാരപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിലനിന്ന് പോരുന്നുമുണ്ട്. ബ്രിട്ടീഷ് ഗവൺമെൻറ് 1911 അതിനൊരു നിയമമുണ്ടാക്കി മുസൽമാന്മാരുടെ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാൻ. അത് 1923 വീണ്ടും പരിഷ്കരിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം 1954 ആ വഖഫ് നിയമം പരിഷ്കരിച്ച് സ്വതന്ത്ര ഇന്ത്യയിൽ വഖഫ് കൗൺസിലും എല്ലാ സംസ്ഥാനങ്ങളിലും വഖഫ് ബോർഡും ഉണ്ടാക്കാനുള്ള വ്യവസ്ഥകൾ ഉണ്ടാക്കി. അത് പലതവണ വഖഫിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പരിഷ്കരിച്ചു. 1995 വലിയ നിലക്കുള്ള ഒരു പരിഷ്കരണം ഉണ്ടാക്കി അതിന് നിയമങ്ങളൊക്കെ വ്യവസ്ഥകളൊക്കെ മെച്ചപ്പെടുത്തി. 2013 വീണ്ടും ചില നിർദ്ദേശങ്ങൾ അതിൽ കൂട്ടിച്ചേർത്തു. ആ ഒരു നിയമം വഖഫിന് ഉപകാരമാണ്, വഖഫിനെ വളർത്തുന്നതാണ്, വഖഫ് ആരെങ്കിലും കയ്യേറിയാൽ അത് സംരക്ഷിക്കാൻ ഉതകുന്നതാണ് എന്നതൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാൽ ഇപ്പോൾ വരാൻ പോകുന്ന വന്നു കഴിഞ്ഞ ഈ നിയമം വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇന്ത്യയിലെ മുസ്ലിം പണ്ഡിതന്മാരും അതുപോലെ അഭിഭാഷകരും ഇത്തരം വിഷയങ്ങൾ അറിയുന്ന പണ്ഡിതന്മാരും പഠനം നടത്തിയിട്ട് അതിനെക്കുറിച്ച് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. 40-ലധികം സ്ഥലങ്ങളിൽ ഈ നിയമത്തിൽ അപകടമുണ്ട് എന്ന് ഒരു ബോധ്യപ്പെടുത്തി. സർക്കാർ നിശ്ചയിച്ച JPCയുടെ മുമ്പിൽ ഹാജരായി പറഞ്ഞു. ലക്ഷക്കണക്കിന് പരാതികൾ ഈ ബില്ലിനെതിരെ മുസ്ലിങ്ങളും അല്ലാത്തവരും അയച്ചു കൊടുത്തു. പക്ഷെ നിഷ്കരുണം അതെല്ലാം തള്ളിക്കൊണ്ട് നമ്മുടെ വഖഫ് ദുർബലപ്പെടുത്തുന്ന, ഇല്ലാതെയാക്കുന്ന വിധം വഖഫ് മുന്നോട്ട് വന്നു. അതിൽ 1-2 ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, വഖഫ് കൈകാര്യം ചെയ്യേണ്ടത് ആരാണ്? വഖഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ മതപരവും ധർമ്മപരവുമായ കാര്യത്തിന് നീക്കിവെച്ച സ്ഥാപനമാണ്. എല്ലാവർക്കും അറിയാം. ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ജൈനമതക്കാർക്കും ബുദ്ധമതക്കാർക്കും മുസ്ലിങ്ങൾക്കുള്ള പോലെ ഇതുപോലെ സ്ഥാപനങ്ങളുണ്ട്. ആ ഓരോ സ്ഥാപനവും അതാത് സ്ഥാപനങ്ങളിൽ വിശ്വാസമുള്ള ആളുകൾ നടത്തുക എന്നതാണ് വേണ്ടത്. അത് നമ്മുടെ ഭരണഘടനയും അംഗീകരിച്ചതാണ്. അതിലേക്ക് ഇതിൽ വിശ്വാസമില്ലാത്തവരെയും നിർബന്ധമായി അംഗങ്ങളാക്കണം, അവർക്കിതിൻ്റെ CEO വരെ ആവാം എന്ന് പുതിയ നിയമത്തിൽ പറയുന്നു. അത് നമ്മുടെ വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നതിന് കാരണമാകുമെന്ന് പറയേണ്ടതില്ലല്ലോ. മറ്റൊന്ന്, നമ്മുടെ നാട്ടിൽ രജിസ്ട്രേഷനും രജിസ്റ്റർ ഓഫീസും രജിസ്ട്രാളുമൊക്കെ ഉണ്ടായിട്ട് അധിക കാലമായിട്ടില്ല. അതിനു മുമ്പൊക്കെ ആളുകൾ ഓരോ സ്ഥലത്ത് താമസിക്കുന്നു, അവരുടേതാണെന്ന് പറയുന്നു, അതങ്ങനെ പോരുന്നു, അത്രേ ഉള്ളൂ. അവിടേക്കാണ് പിന്നീട് കുടിയേറ്റങ്ങൾ ഉണ്ടായി, ഓരോരുത്തരുടേതായതും പിന്നീട് പട്ടയം കിട്ടിയതും പിന്നീട് അതിന് ആധാരമുണ്ടായതും നികുതി അടച്ചതുമൊക്കെ. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ 500 കൊല്ലം മുമ്പ്, 1000 കൊല്ലം മുമ്പ് ഓരോ വിഭാഗം ആളുകളും അവരുടെ മതസ്ഥാപനമായി, ആരാധനാലയമായി കൊണ്ടു നടക്കുന്ന കുറേ സ്ഥാപനങ്ങളുണ്ട്. പള്ളികളും ക്ഷേത്രങ്ങളും ചർച്ചുകളും ഒക്കെയുണ്ട്. അത് വഖഫ് ചെയ്ത ആളുടെ ഒരു ഡീഡൊന്നും ഉണ്ടാവില്ല. അതിന് പറയാ വഖഫ് ബൈ യൂസർ എന്നാണ്. ഉപയോഗത്തിലൂടെ വഖഫായി കണക്കാക്കി പോരുന്നത് അതങ്ങനെ തന്നെ പോരും. മാത്രവുമല്ല, നമ്മുടെ
രാജ്യത്തൊരു പുതിയ നിയമവും വന്നിട്ടുണ്ട്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഏതേതെല്ലാം മതസ്ഥാപനങ്ങൾ ഏതേതെല്ലാം മതവിഭാഗത്തിൻ്റെ കയ്യിലാണോ അങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന്. അതേ സാധ്യമാവുള്ളൂ. കാരണം ഒരുപാട് മതങ്ങളും ജാതികളും ഉപജാതികളുമുള്ള ഒരു വലിയ ബഹുസ്വര സമൂഹം, ആ സമൂഹത്തെ മാന്യതയുടെയും മര്യാദയുടെയും അടിസ്ഥാനത്തിൽ പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും ബഹുമാനിച്ചും മുന്നോട്ട് പോകുന്നവരായി വളർത്തി തീർക്കണമെങ്കിൽ അങ്ങനെ വേണം എന്നത് ഉറപ്പാണ്. ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മൾ മുസ്ലിങ്ങൾ. മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ്. അന്യരെ വെറുക്കാതെ, കലഹങ്ങൾ ഉണ്ടാക്കാതെ, ആരുടെയും വിശ്വാസത്തിന് പോറലേൽപ്പിക്കാതെ, എന്നാൽ അതോടൊപ്പം ആശയങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ജീവിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. മനുഷ്യർ ഏത് മതത്തിൽപ്പെട്ടവരായാലും, ഏത് സംസ്കാരത്തിലുള്ളവരായാലും, ഏത് ജാതിയിലുള്ളവരായാലും അവരൊക്കെ ഒരേ ഒരു ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അവരൊക്കെ ഒരേ ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും മക്കളാണ് എന്ന് നമ്മൾ അംഗീകരിക്കുന്നുണ്ട് വിശ്വാസത്തിൻ്റെ ഭാഗമായി. മനുഷ്യരെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ ഒരു പ്രയോഗം ബനു ആദം എന്നാണ്. വലഖദ് കറംനാ ബനി ആദം, ആദമിൻ്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു. ആദമിൻ്റെ മക്കൾ ആരാ? ആദമിൻ്റെ മക്കൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരുമൊക്കെ ആദ്യ മനുഷ്യൻ്റെ മക്കളാണ്. എല്ലാവരും ഒരേ ഒരു സൃഷ്ടാവിൻ്റെ, ദൈവമെന്നോ ഈശ്വരനെന്നോ അള്ളാഹു എന്നോ പരബ്രഹ്മമെന്നോ എന്തു പറഞ്ഞാലും സർവജ്ഞനും സർവശക്തനും സർവലോക സൃഷ്ടാവുമായ പടച്ച തമ്പുരാൻ്റെ സൃഷ്ടികളാണ് എല്ലാവരും. ആ നിലയിലുള്ള ഒരു സൗഹാർദ്ദവും സഹോദര്യവും നിലനിന്ന് പോരണം എന്നത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഈ നിയമം ഭരണഘടനയ്ക്കെതിരാണ്. ഭരണഘടനയിൽ പറയുന്ന മതസ്വാതന്ത്ര്യത്തിനെതിരാണ്. ഭരണഘടന ഉറപ്പുവരുത്തുന്ന ന്യൂനപക്ഷ സംരക്ഷണത്തിനെതിരാണ്. ഭരണഘടന ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വിശ്വാസ സ്വാതന്ത്ര്യത്തിനെതിരാണ് എന്ന നിലക്ക് ഇതിനെ നമ്മൾ കാണണം. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ആളുകൾ ഒന്നിച്ച് നടത്തുന്ന പ്രതിഷേധങ്ങൾക്ക് നമ്മളും ഉണ്ടാകണം. ഓരോരുത്തരും ഒന്നിച്ചും വ്യത്യസ്തമായും ഒറ്റക്കും ഈ രംഗത്ത് ധാരാളം പ്രവർത്തനം നടത്തുന്നുണ്ട്. നമ്മുടെ പ്രസ്ഥാനവും പ്രതിഷേധങ്ങൾ അറിയിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലതിനും നമ്മളും പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഈ നിയമം പിൻവലിക്കണമെന്ന് ഈ സമ്മേളനം ആവശ്യപ്പെടും എന്ന് പറഞ്ഞതും ഒരു സന്തോഷകരമായ കാര്യമാണ്. ഇന്ന് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നാടിനെ നടുക്കുന്ന വലിയ ഒരു വിഷയമാണ് ലഹരി. ആ ലഹരിയെക്കുറിച്ച് ഇവിടെ പറയും. അത് എല്ലാവരുടെയും ശ്രദ്ധയുണ്ടാകണം. നമ്മുടെ അടുത്ത തലമുറയെ രക്ഷപ്പെടുത്തുവാൻ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഗൗരവപരമായ ആലോചനകൾ ഉണ്ടാകണം. കോഴിക്കോട് സിറ്റിയിൽ പ്രത്യേകിച്ചും. കാരണം ആളുകൾ ധാരാളമായി അടുത്തടുത്ത് തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അങ്ങനത്തെ സ്ഥലങ്ങളിൽ അല്പശ്രദ്ധക്കുറവ് വന്നാൽ വളരെ പെട്ടെന്ന് തിന്മകൾ പ്രചരിക്കും. നമ്മൾ ശ്രദ്ധിച്ചാൽ നന്മകളും വളരെ വേഗം പ്രചരിക്കും. നന്മകളുടെ പ്രചാരകരായി തീരാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയ ഗുണം ചെയ്യും എന്നതും ഉറപ്പാണ്. ഈ രംഗങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലെ പൊതുസമൂഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, സർക്കാർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ, അതിലൊക്കെ തന്നെ നമ്മുടെ പങ്കാളിത്തം ഉണ്ടാവണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ആ തൗഹീദിൻ്റെ വചനം ജനങ്ങളിലേക്ക് എത്തിച്ച് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്ന അടിസ്ഥാനത്തിൽ ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ഈ സംഘം ഒരു അനുഗ്രഹമാണ്. ലോകത്തിന് അള്ളാഹു നൽകിയ ഒരു ദാനമാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നന്മയേറിയ മനുഷ്യോപകാരപ്രദമായ ഏത് മനുഷ്യനും ഗുണം ചെയ്യുന്ന നിർദ്ദേശങ്ങളെ അങ്ങനെ ഉയർത്തിക്കാണിച്ചു കൊടുക്കുവാനുള്ള ഈ പ്രവർത്തനം വലിയൊരു സൽക്കർമ്മമാണ് എന്ന് നമ്മൾ അറിയണം. നമ്മുടെ മുൻഗാമികൾ വളരെ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത്. അന്നിങ്ങനെ നമുക്കിപ്പോഴുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കഷ്ടപ്പെട്ട് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ അധ്വാനിച്ച് പണിയെടുത്തുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം പുതിയതല്ല. ഒരാൾ ചോദിക്കുക, നിങ്ങളുടെ പ്രസ്ഥാനം എന്നുണ്ടായതാ? നമ്മുടെ പ്രസ്ഥാനം എന്നുണ്ടായതാന്ന് പറയാൻ കഴിയില്ല.
കാരണം ഇത് അമ്പിയാക്കന്മാരുടെ പ്രസ്ഥാനമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് കൊണ്ടുവന്ന പ്രസ്ഥാനമാണ്. ഇതിലെത്ര ആളുകളുണ്ട് എന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. ഒരിക്കൽ ഒരു പത്രസമ്മേളനത്തിൽ മർഹൂം AP അബ്ദുൽ ഖാദർ മൗലവിയോട് ഒരു പത്രക്കാരൻ ചോദിച്ചു, മുസ്ലിമീങ്ങളിൽ എത്ര ആളുകൾ നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തിൽ ഉണ്ട് എന്ന്. അന്ന് മൗലവി പറഞ്ഞത് അത് പറയാൻ കഴിയില്ല എന്നാ. എന്താ, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ 100% അംഗീകരിച്ച കുറേ ആളുകളുണ്ട്. അതിൽ കുറേ ആളുകൾ ഞങ്ങളെ മെമ്പർഷിപ്പൊക്കെ എടുത്തവരുണ്ട്, പക്ഷേ എടുക്കാത്തവർ വേറെയുണ്ട്. ഞങ്ങൾ പറയുന്ന കാര്യം ഒരു 80% സ്വീകരിച്ചവരുണ്ട്, 50% സ്വീകരിച്ചവരുണ്ട്, 10% സ്വീകരിച്ചവരുണ്ട്. അതൊക്കെ നമ്മുടെ ആദർശം സ്വീകരിച്ച ആളുകളാണ്. നമുക്കത്ര മതി. ആളുകളെ ഒരു സംഘടനയിൽ ചേർക്കാനല്ല ഇത്. നമ്മൾ ആളുകളെ ക്ഷണിക്കുന്നത് KNMലേക്കല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിലേക്കല്ല. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുകയും ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണെന്ന് പറയുകയും ചെയ്യുക, അതാണ് ഏറ്റവും നല്ല വാക്കും പ്രവൃത്തിയും എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുക, അള്ളാഹുവിൻ്റെ ദീൻ പറഞ്ഞു കൊടുക്കുക. അതിനുള്ള ഭൗതികമായ ഒരു സംവിധാനമാണ് നമ്മുടെ പ്രസ്ഥാനം. അതിൻ്റെ പേര്, അതിൻ്റെ സംവിധാനം, അതൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ചിന്തിക്കുവാൻ കഴിയുന്ന ആളുകൾ രൂപപ്പെടുത്തിയതാണ്. നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ ദീനാണ്. നാം ക്ഷണിക്കുന്നത് അള്ളാഹുവിലേക്കാണ്. നാം ഉദ്ദേശിക്കുന്നത് പരലോകത്ത് എല്ലാവരും രക്ഷപ്പെടണം എന്നുള്ളതാണ്. ഈ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടിയുള്ള കോഴിക്കോട് സിറ്റിയിലെ ഈ പരിപാടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.